ഉടനെ ഹാഷ്മി. അതങ്ങനെ പറ്റൂല. പക്ഷെ അതിനാണ് കേന്ദ്രത്തിൻ്റെ നീതി ആയോഗ് എന്ന് പറയുന്ന ഒരു സംവിധാനമുള്ളത്. എന്തായോഗ്? ആര് വരുമെന്ന്? രണ്ടെണ്ണം. എനിക്ക് 2 പ്ലേറ്റ്. അതിൽ നിന്ന് പണമൊന്നും എടുത്ത് ചിലവാക്കാൻ പറ്റില്ല. അത് കണക്കുള്ളതാണ്. അപ്പൊ കണക്കില്ലാത്ത പണം സാബ് കൊടുക്കാത്തതിനാണ് പ്രശ്നം. ഏത് കുറച്ച് കള്ളപ്പണം തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ പബ്ബിൽ പോകാനും പിന്നെ കമ്പനി അടിക്കാനും ജോലി അടിക്കാനും ബൈക്ക് വെക്കേണ്ടി വരുമെന്ന് ഭീകരമായി പോയി. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത്, ഹാഷ്മി ഇത്രയും ക്രൂരനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ സാധാരണ ഹാഷ്മി ഈ ചർച്ചയിലൊക്കെ ഉടക്കുണ്ടായാൽ പോലും പിന്നെ അവരെ വിളിച്ച് സോൾവ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. ഇത് പറഞ്ഞിട്ട് താങ്കൾ ആ വീഡിയോ ഒന്ന് കാണണം. ഹാഷ്മി കൂടുതൽ ചോദ്യം ചോദിക്കണല്ലോ. ഹാഷ്മി ഇതിങ്ങനെയാണ് എന്താണ് അഖിൽമാരാണ് എന്തൊരു അവസ്ഥയാണെന്ന് മാത്രമേ ഉള്ളൂ. ആ ചിരിയോടുകൂടി ഉണ്ടല്ല, ഭൂമി പിളർന്നങ്ങോട്ട് പോവും താഴേക്ക്. മറ്റേ സൈനിലുണ്ടെങ്കിൽ നമ്മളാണ് അവന്റെ സ്ഥാനത്തെങ്കിൽ അപ്പം തന്നെ കടിച്ചു പൊട്ടിച്ചിട്ട് എന്ത് ചെയ്യും, അവിടെ തന്നെ വീണ് ചത്തു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്താൽ. ശരിക്കും ഒരു ചെറിയ കയ്യബദ്ധം അദ്ദേഹം കാണിച്ചു പോയാൽ. കാരണം അദ്ദേഹം വിളിച്ചിട്ട് കൊട്ടാരക്കര കിട്ടില്ല, നമുക്ക് വേറെ ഏതെങ്കിലും മണ്ഡലം കിട്ടുമെന്ന് നോക്കിയിട്ട് പറയാമെന്ന് ഇവൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. അത് പുള്ളി ചെയ്തില്ല എന്നുള്ളതിൽ ഈ കേരളവും പുള്ളിയോട് നിലനിൽക്കുന്നിടത്തോളം കാലം കടപ്പെട്ടിരിക്കും. BJP നിങ്ങൾ ന്യായീകരിക്കണമെന്ന് പറഞ്ഞാൽ അത് എന്തിലാന്ന് ചോദിച്ചു. അപ്പം BJP ഭയങ്കര വികസനം കൊണ്ടുവന്നാണ്. ഏത് സ്റ്റേറ്റാണ് വികസനം കൊണ്ടുവന്നെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അവിടെ വെച്ച് എൻ്റെ കണ്ണീന്ന് കണ്ണീര് വന്നു. ഗാന്ധിജിയോടൊക്കെ ഉപമിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് നമ്മുടെ അഖിൽ മാരാർ. പക്ഷെ ജനകീയ കോടതിയിൽ ഒത്തിരി ഒന്ന് പാളിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ട്രോളുകളുടെ മുഖ്യധാര ഹെഡിങ് മൊത്തം വന്നിരിക്കുന്നത് മാരാറുടെയാണ്. മാരാറുടെ നിലപാട് മാറ്റം, ഓന്ത് പോലും തൂങ്ങിച്ചാവുന്നുള്ള അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ ഒരു പോക്ക്. മാരാർക്ക് എന്താ പറ്റി? മാരാർക്കല്ല, എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഹാഷ്മി താജ് ഇബ്രാഹിമിനോടാണ് വലിയ എതിരഭിപ്രായമുള്ളത്. കാരണം ഞാൻ ജീവിതത്തിൽ നമ്മൾ ഈ ഹൊറർ സിനിമകളും മറ്റേ ഭയങ്കര വയലൻ്റ് ആയിട്ടുള്ള സിനിമകളും ഒക്കെ കണ്ടിട്ടുണ്ട്. കൂടാതെ നമുക്ക് യഥാർത്ഥ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഗാസയിലെ ആക്രമണം അല്ലെങ്കിൽ ഇറാനിലെ പ്രശ്നങ്ങൾ, ഇതുപോലെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും തോന്നാത്ത കഠോരമായ വേദന ഉണ്ടാക്കുന്ന ദൃശ്യങ്ങളായിരുന്നു ഇന്നലെ ഇതിൽ കണ്ടത് 24 ന്യൂസ്. കാരണം ഹാഷ്മി താജ് ഇബ്രാഹിം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വടിയായിട്ട് വന്ന് ആദ്യം എന്നെ പുറഞ്ചടിക്കുന്നതാണ് അഖിൽമാരാർ. അതിനുശേഷം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുപ്പല്ലിയിട്ട് നാക്ക് വലിക്കുന്നത് ഭീകരമായി പോയി. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത്, ഹാഷ്മി ഇത്രയും ക്രൂരനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ സാധാരണ ഹാഷ്മി ഈ ചർച്ചയിലൊക്കെ ഉടക്കുണ്ടായാൽ പോലും പിന്നെ അവരെ വിളിച്ച് സോൾവ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് അത്ര ചെയ്യരുത് എന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ആദ്യം ഇന്ന് ചെല്ലുമ്പോൾ തന്നെ ആരംഭത്തിലെ തന്നെ അപമാനമാണ്. എന്താ വെച്ചാൽ അഖിൽമാരാരെ വിളിക്കുമ്പോൾ ശരിക്കും ഒരു വെള്ളയിട്ടാണ് വരുന്നത്. അപ്പം തന്നെ മറ്റേ പുള്ളി ചോദിക്കുന്ന വാചകം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞോണം വന്നപ്പോൾ ഒരു ജാങ്കോ ജാക്കറ്റൊക്കെ ഇട്ടായിരുന്നല്ലോ. അപ്പൊ എന്ന് പറഞ്ഞാൽ ആ ചോദ്യത്തിന് അർത്ഥം പറഞ്ഞാൽ ഇപ്പൊ പാപ്പരായാലേതാണ് ചോദിക്കുന്നത്. മനസ്സിലായി? കഴിഞ്ഞോടെ സ്റ്റൈലിഷ് ആയിട്ട് കുറെ മാലയും മണ്ണാങ്കട്ടൊക്കെ ഇട്ടിട്ടാണ്. അപ്പൊ അത് വന്ന് പിന്നെ പുള്ളി ആദ്യം തന്നെ ചെന്നിട്ട് ഈ പറയുന്ന പോലെ മറ്റേ രാമക്ഷേത്രത്തിൽ പോകുമെന്ന് പറയുന്നതിൻ്റെ അഭിപ്രായം മാറിയിട്ടില്ല, ആ അഭിപ്രായം മാറിയിട്ടില്ല, ഈ അഭിപ്രായം മാറിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറെ അഭിപ്രായങ്ങൾ മാറിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഈ ഹാഷ്മി താജ് ഇബ്രാഹിം പ്രിപ്പയർ ഒക്കെ ചെയ്തിട്ടാണല്ലോ, പുള്ളിക്ക് ഇതൊന്നും അറിയില്ല. ഹാഷ്മിക്ക് പിന്നെ പഴയൊരു വൈരാഗ്യം കൂടി കിടക്കുന്നുണ്ട്. എപ്പോഴാണെന്ന് അറിയാമോ ഹാഷ്മി വൈരാഗ്യം കിടക്കണമെന്ന് വെച്ചാൽ, ഹാഷ്മിയെ കുറിച്ച് പണ്ടൊരു ഡയലോഗ് ഇട്ടായിരുന്നു, മൈത്രേനെ ഹാഷ്മിയൊക്കെ ആയതുകൊണ്ടാണ്, എന്ന് പറഞ്ഞാൽ വിവരമില്ലാത്തവനായതുകൊണ്ടാണ്, ഞാനാണെങ്കിൽ അടിച്ചു മടക്കിയെന്നു ഇതേ ജനകീയ കോടതി. അപ്പം എനിക്കൊണ്ട് ഹാഷ്മി അത് ഉറപ്പായിട്ട് മനസ്സിൽ കിടക്കുന്നുണ്ടാവില്ല. പക്ഷെ എന്നാൽ ഇത്ര വലിയ പകയുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കാരണം അതുപോലെ അടിച്ചള്. ഇത് പറഞ്ഞത് BJP വിരുദ്ധ രാഷ്ട്രീയം എന്ന് പറയുന്നത് രാജ്യവിരുദ്ധ രാഷ്ട്രീയമാണെന്ന് പറഞ്ഞ് പുള്ളി ഒരു പോസ്റ്റ് ഇട്ടുണ്ട്, ഒരു വിവരക്കേട്. സോ ആസ് യൂഷ്വൽ. പിന്നെ ഇവൻ എന്തൊക്കെ ഇടണമെന്ന് ഇവന് തന്നെ ഓർമ്മയില്ല. അപ്പൊ അതുകൊണ്ട് അല്ല ഗാന്ധിജിയുടെ കാര്യത്തിലേക്ക് വരാം അതിന് മുമ്പ്. അപ്പൊ ഇവൻ എന്താ വെച്ചാൽ ഇത് പറഞ്ഞപ്പോ തന്നെ ഇവൻ പറഞ്ഞേണ്ട അതിൻ്റെ ഒരു കോമയുണ്ട്, കോമയിട്ട് വായിക്കണം. സത്യം പറഞ്ഞാൽ ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഇവൻ കോമയിലായിപ്പോയി. അഖിൽമാരാർ കോമയിട്ട് വായിക്കണം. അപ്പൊ പുള്ളി പറഞ്ഞു എവിടെ ഇതിൽ കോമയൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പറയണ്ടേ, കോമ ഇൻസ്റ്റാഗ്രാമിലുണ്ട്, അവിടെ എഡിറ്റ് ചെയ്താൽ ഇവിടെ കോമ വരില്ലെന്ന്. പിന്നെ അല്ല കോമ ഇട്ടിട്ട് രക്ഷയൊന്നുമില്ലെന്ന് പറഞ്ഞു. ലാസ്റ്റ് അടപടലം അതാകെ എന്ത് ചെയ്ത് തെറ്റി. ഇനി അപ്പോഴും പുള്ളി പറഞ്ഞ രാജ്യത്തെ നശിപ്പിക്കാൻ നടക്കുന്നവരില്ലേ കോമ ഉണ്ട്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, അതാണെന്നൊക്കെ പറയണ്ടായി.
എൻ്റെ പൊന്നോ, ഇത് കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ പിന്നെ ഹാഷ്മി ശരിക്കും പറഞ്ഞാൽ വിശ്വരൂപം എടുത്ത്. ആ വിശ്വരൂപം എടുത്തപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ഹാഷ്മിയുടെ ഭാഷയൊക്കെ കേൾക്കണം. എനിക്ക് തോന്നണില്ല കേട്ടോ ഇങ്ങനൊരു ഇന്റർവ്യൂ ഇന്ന് വരെ ലോകത്തിൽ പറഞ്ഞിട്ടുണ്ടാവുന്ന അറിയില്ല. നിലപാടെന്ന് പറഞ്ഞ പക്ഷെ ഹാഷ്മിയുണ്ട്, നിലപാടല്ല പലപാടാണ്. അതെ അതെ സത്യം. മനസ്സിലായ? പിന്നെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം എന്ന് പറഞ്ഞപ്പോ ഹാഷ്മി പറഞ്ഞ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം മണ്ണാങ്കട്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ഇന്ത്യ വരെ ഒരു ഇന്റർവ്യൂവിൽ ഒരു മിനിമം മര്യാദ എന്ത് ചെയ്യുള്ളൂ, ഒരു ക്യാമറ ഇരിക്കേണ്ടത്. ഹാഷ്മി എനിക്ക് തോന്നണത് ഹാഷ്മി മറ്റേ ഉറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഹാഷ്മി അഴിഞ്ഞ ആറാടുകയായിരുന്നു അവിടെ. ശരിക്കും പറഞ്ഞാൽ അഴിഞ്ഞാട്ടമായിരുന്നു. ഈ അഴിഞ്ഞാട്ടത്തിൽ ഇവൻ പറയാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പാവം പിണറായിയെ കുറ്റം പറയേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഹാഷ്മി ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞേ പിണറായി കുറ്റം പറയേണ്ട കാര്യമുണ്ട്, കാരണം ആ സമയത്ത് അതിനാണ് മാർക്കറ്റ് എന്ന് എനിക്ക് അറിയാമെന്നൊക്കെ. ശരിക്കും പറഞ്ഞോ വാ തുറക്കാൻ എന്ത് ചെയ്യുന്നില്ല, പറ്റുന്നില്ല. പിന്നെ ഞാൻ NDAയിലല്ല എവിടെയും പോകും എന്നാണ്. പിന്നെ പുള്ളി സവർക്കറെ പ്രൊമോട്ട് ചെയ്യാൻ പറഞ്ഞു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സത്യവും പറഞ്ഞിട്ട് അതെന്താണെന്ന് വെച്ചാൽ സവർക്കർ 9 മാപ്പ് എഴുതി കൊടുത്തു, ഞാനാണെങ്കിൽ 500 മാപ്പ് എഴുതി കൊടുക്കും. അത് കറക്റ്റാണ്. സത്യം പറഞ്ഞാൽ 500 അല്ല, ഇവനൊരു 5 ലക്ഷം മാപ്പ് എഴുതിയാണ്. പക്ഷെ ഇവൻ മാപ്പ് എഴുതേണ്ട പേപ്പർ ശരിക്കും പറഞ്ഞാൽ ഈ കോട്ടയ സിസ്റ്റത്തിലാണ് പത്രക്കാർക്കൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന നേരത്തെ. ഇപ്പം എങ്ങനെയെന്ന് എനിക്കറിയില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ ദേശാഭിമാനിക്കും മനോരമക്കും മാതൃഭൂമിക്കും കേരളകൗമുദിക്കും കൂടി വരണം മുഴുവൻ കോട്ടയവിന് കൊടുക്കേണ്ടി വരും. കാരണം ഇവൻ ഒരു സീറ്റിന് വേണ്ടിയാണ് ഇവൻ 25 നിലപാട് മാറ്റിയേക്കണം. അപ്പം ഇവനെ കാലാപ്പാനി ജയിലിലിട്ടുള്ള ആൻഡമാൻ നിക്കോബാറിലെ കാലാപ്പാനി ജയിലിലിട്ടുള്ള അവസ്ഥ എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവൻ ഷൂ അല്ല. അതെ ബാക്കി ഞാൻ പറയുന്നില്ല എന്താണ്, ബാക്കി നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി. എന്നാ എന്ത് അല്ല, പിന്നെ ഇവന് 500 അല്ലല്ലോ, ഇവന് 5000 അല്ല, 5 ലക്ഷം മാപ്പ് എന്ത് വേണമെങ്കിൽ എന്ത് ചെയ്യും. അല്ല ലേലുവല്ല് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു സാരി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവനെ കാണുന്നത് എങ്ങനെയാണെന്ന് അറിയാം. എൻ്റെ വിഷ്വൽസ് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തേന്മാവിൻ കൊമ്പത്ത് എന്ന് പറഞ്ഞ സിനിമയിൽ ഈ മോഹൻലാൽ ഇങ്ങനെ കെട്ടിയിട്ടേക്കണ ദൃശ്യമുണ്ട് വള്ളി കൊണ്ട്, മനസ്സിലായി, ഇങ്ങനെ നിൽക്കണം കാലും കൈയോട്. അതേപോലെ ഇവനെ കെട്ടിയിട്ടിട്ട് അടിക്കണായിട്ടാണ് എൻ്റെ മനസ്സിൽ കാണുന്നത്. സത്യം പറഞ്ഞാൽ ശത്രുക്കൾക്ക് പോലും ഈ ഗതി വരുത്തില്ലെന്ന് എനിക്ക് തോന്നി. സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് എനിക്ക് എന്ത് ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന്റെ മാലയൊക്കെ ഞാൻ സൂക്ഷ്മതയോട് നോക്കി. എന്താ കാര്യം എന്നറിയാമോ, പണ്ട് ഈ LTT-കാരൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ മറ്റേ ഇത്രയുള്ള ഗ്ലാസ്സിൽ മറ്റേ പൊട്ടാസ്യം സയനൈഡ് ആയിട്ട് വരും. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഇവൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഇവ കടിച്ചോട്ടിച്ച് മരിച്ചേനെ അവർ കഴിക്കണമല്ലോ. കാരണം കടിച്ചോട്ടിച്ച് തിന്നണെന്ന് അറിയാമോ, കടിച്ചോട്ടിച്ച് തിന്നുമ്പോഴത്തേക്കും നാക്കിലെ മുറിവുണ്ടാവും. ഈ മുറിവിലൂടെ പൊട്ടാസ്യം സയനൈഡ് അത്ര ഫാസ്റ്റായിട്ട് മനസ്സിലായി അത്ര, അതായത് ഒരു സെക്കൻഡ് പോലും പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് വിചാരിച്ചിട്ട്. അതേപോലെ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ LTT-കാര് മറ്റേ സൈന്യം പിടിക്കുന്ന പോലെ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ പുള്ളി പിടിച്ചത്. ആ പിന്നെ ഇവൻ പറയുന്ന അടുത്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ NDAയിൽ മറ്റേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സീറ്റ് കിട്ടിയില്ല. അപ്പൊ NDA-കാരോട് ഇന്ന് നിങ്ങൾ നിർത്തുവാന്ന് ചോദിച്ചാൽ അപ്പൊ അവർ പറഞ്ഞു ഞങ്ങൾക്ക് വേറെ പണിയുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവരുടെ നിന്ന് പോയി. അങ്ങനെയാണ് 2020 പുള്ളി എന്ത് ചെയ്തു ചേർന്ന് ആകെ 2020 ചേർന്നിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപി എന്നോട് ചീത്ത പറയുന്നു. സുരേഷ് ഗോപി എനിക്ക് തോന്നണത് BJP-യുടെ പുള്ളിക്ക് വലിയ വൈരാഗ്യമുണ്ട്. കാരണം അതുകൊണ്ടാണ് 2020 ചേർന്നത്, ഇവിടെ വേണമെന്ന് പറഞ്ഞത് എനിക്ക് തോന്നണം. അല്ലെങ്കിൽ കിറ്റക് സാബിനോട് പുള്ളിക്കൊരു സ്നേഹം ഉണ്ടാവും, അതിനായിരിക്കും പുള്ളി ചീത്ത പറഞ്ഞത്. കാരണം എന്ന് വെച്ചാൽ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാൻ പോണു, ഈ ദുരന്തോ എക്സ്പ്രസ് അവിടെ ചെന്ന് എന്ത് ചെയ്യും കയറിയിട്ട് ലാസ്റ്റ് അയാളും കൂടി എന്ത് ചെയ്യൂല തലവേദന കൊല്ലാന്ന് വിചാരിച്ചിട്ടാണ് പുള്ളി കാല് പിടിച്ചിട്ടാ ഞാൻ നിന്നേന്നൊക്കെ പറയാം. കിറ്റക് സാബ് പറഞ്ഞില്ലെന്ന് എന്തൊക്കെയാ പറയണെങ്കില്. കിറ്റക് സാബ് അങ്ങനെ ചെയ്താൽ ശരിയാണോ മാരാരോട്? ഏതാ കിറ്റക് സാബു? ഇപ്പൊ കിറ്റക് സാബിനെ കുറിച്ച് പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പൊളിക്കല്ലേ, കിറ്റക് സാബു എന്ന് പറഞ്ഞാൽ കള്ളൻ രക്ഷപ്പെടുക. അതായത് ഇവനെ പൊളിക്കലായിരുന്നു ഇവർ മനസ്സിലായി. നിങ്ങൾ എന്നെ പൊളിക്കല്ലേ, കിറ്റക് സാബു എന്ന് പറഞ്ഞാൽ കള്ളൻ എന്ത് ചെയ്യും രക്ഷപ്പെടുമെന്നാണ് പറഞ്ഞത്. പിന്നെ ഇവനടുത്തത് എങ്ങനെ ഒരു മനുഷ്യന് ഇങ്ങനെ അധപ്പതിക്കാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പറ്റും. ഇവനോട് അടുത്ത് വെച്ച് പറഞ്ഞേ, ഇവൻ പറയണേണ്ട മറ്റേ തൃക്കാക്കരയിലേക്ക് മത്സരിക്കാൻ വന്നത് ഇവൻ ആദ്യമേ തന്നെ കൊട്ടാരക്കര കൊടുക്കാമെന്ന് പറഞ്ഞു. കൊട്ടാരക്കര ഇല്ലെന്ന് പറഞ്ഞു, അവിടെ നിന്ന് ചവിട്ടി പുറത്താക്കി. അപ്പോൾ അതിന് കാരണം പറയണമെന്ന് വെച്ചാൽ നമ്മുടെ കൊടിക്കുന്നിൽ സുരേഷ് ഇവനിട്ട് പാര വെച്ചു. കാരണം ഒരു രാഷ്ട്രീയത്തിലില്ലായിരുന്ന ഐഷ പോറ്റിയെ വിളിച്ചിട്ട് വന്നിട്ട് പലപ്പോഴും ഇവരിട്ട് പടി കൊടുത്താണെന്നാണ് പറയണം. അപ്പോൾ അതിനുശേഷം ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ കൊട്ടാരക്കരയിൽ നിന്ന് മാറിയ പിന്നെ തൃപ്പൂണിത്തറ കിട്ടുകയെന്ന് ചോദിച്ചു. അപ്പോൾ തൃപ്പൂണിത്തറ അഞ്ജലി കുത്തിക്കൊണ്ടുപോയി. അത് തൃപ്പൂണിത്തറ ഒരു സിനിമാടി കൊടുത്തിരണം, അതെന്താ കാര്യം എന്നൊക്കെയാണ് ഇവൻ ചോദിക്കുന്നത്. രാഷ്ട്രീയം ഒന്നും അറിയാത്ത ഒരാൾക്ക് കൊടുത്തു, അതെന്താണെന്ന് ഇവന് മനസ്സിലായില്ലെന്നോ.
ഇദ്ദേഹമാണ് ലാസ്റ്റ് തൃക്കാക്കര കൊടുത്തു. തൃക്കാക്കര അങ്ങനെയാണ് എനിക്ക് കിട്ടിയത്. എന്നെ ചതിച്ചു, ഓരോരുത്തരെ വിളിച്ചിട്ട് ഒന്നും അല്ലാതാക്കി മാറ്റി എന്നൊക്കെയാണ് പറയണ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും കൂമ്പിരിട്ടിടിക്കില്ല എന്നൊക്കെ ചോദിക്കും. അപ്പൊ മറ്റേ ഇവര് ചോദിച്ചു, അല്ല ഇതിന്റെ മറ്റേ ഹാഷ്മി താജ് ഇബ്രാഹിം ഇടക്ക് ചോദിക്കുന്നുണ്ട്, അല്ല ഇത് അങ്ങനെയൊക്കെ പറയാനുണ്ടോ, നിങ്ങൾക്ക് ഒരു സീറ്റല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഹാഷ്മിയോട് പറയണേ, ഹാഷ്മി മറ്റേ 24 ന്യൂസിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഹാഷ്മീന മറ്റേ വേറെ മാതൃഭൂമിയിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഹാഷ്മീന 5 ലക്ഷം രൂപ ശമ്പളം തരാമെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് വിളിച്ചിട്ടുണ്ടെന്ന് മാതൃഭൂമി 24 ന്യൂസിൽ എത്തിക്കഴിയുമ്പോൾ ശമ്പളം ഇല്ലെന്ന് പറഞ്ഞാൽ ഹാഷ്മി എന്ത് ചെയ്യണം, കൂമ്പിരിട്ടിടിക്കേണ്ടത്. അപ്പൊ ഹാഷ്മിക്ക് അപ്പൊ ഇതൊരു പ്രൊഫഷനാണെന്ന്, അപ്പോഴാണ് അവൻ അത് ആലോചിക്കണം. അല്ല അങ്ങനെയല്ല, ജനത്തെ സേവിക്കാനാണ്, ജനത്തെ എന്ത് ചെയ്യാനായിട്ട് സേവിക്കണം. പുള്ളിക്ക് സേവിക്കണം, അതിനാണ് കാര്യമുള്ളത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ പൊന്ന ഐശ്വര്യ, ഭൂമി പിളർന്നു പോയാൽ മതി നമുക്ക് തോന്നിപ്പോ. അല്ലെങ്കിൽ ഒരു മനുഷ്യനെ നിങ്ങൾ, എനിക്ക് തോന്നാൻ അവരുടെ സെക്യൂരിറ്റി ഗാർഡ്സ് ഒക്കെ ഉണ്ട്, ഇവര് വിടൂലെന്ന് പറഞ്ഞ് പിടിച്ചെടുത്തിട്ടാന്ന് തോന്നാം. ഇവന്റെ ഒരു വീഡിയോ അങ്ങ് പ്ലേ ചെയ്തു. ആ വീഡിയോയിൽ ഇവനെന്താ പറയണേന്ന് അറിയോ? പ്രിയമുള്ള സുഹൃത്തുക്കളെ, സത്യത്തിൽ ദൈവം എന്നെ കൊണ്ടുവന്ന് എത്തിച്ചാണ് തൃക്കാക്കരയിൽ. ഞാൻ ഏറ്റവും ആദ്യമേ തന്നെ മത്സരിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു മണ്ഡലം എന്ന് പറയുന്നത് തൃക്കാക്കരയാണ്. പക്ഷേ മറ്റാളുകൾ എന്നെ പല സ്ഥലത്തേക്ക് നിർബന്ധിച്ച് വിട്ടിരുന്നു. അപ്പൊ ഏറ്റവും ഒടുവിൽ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ആഗ്രഹിച്ച തൃക്കാക്കരയിൽ തന്നെ എന്ത് ചെയ്തു, എത്തി. ഒരാഴ്ച മുമ്പ് ഇതേ തൃക്കാക്കര എന്നിൽ അടിച്ചേൽപ്പിച്ചതാണ്. ഞാനിവിടെ മത്സരിക്കണം എന്ന് വിചാരിച്ചിരുന്നല്ല. കിക്ടെക് സാബ് ചതിച്ചാശാന എന്ന് പറഞ്ഞവനാണ് എന്ത് ചെയ്യണത്. ഇത് പറഞ്ഞിട്ട്, ഇതൊന്നുമല്ല രസം, ഇത് പറഞ്ഞിട്ട് താങ്കൾ ആ വീഡിയോ ഒന്ന് കാണണം. ഹാഷ്മി കൂടുതൽ ചോദ്യം ചോദിക്കണല്ലോ. ഹാഷ്മി ഇതിങ്ങനെ കാണിക്കണം, എന്താണ് അഖിൽമാരാണ്, എന്തൊരു അവസ്ഥയാണെന്ന് മാത്രമേ ഉള്ളൂ. ആ ചിരിയോടുകൂടി ഉണ്ടല്ല, ഭൂമി പിളർന്നങ്ങോട്ട് പോവും താഴേക്ക്. മറ്റേ സൈനലുണ്ടെങ്കിൽ നമ്മളാണ് അവന്റെ സ്ഥാനത്തേക്ക് അപ്പം തന്നെ കടിച്ചു പൊട്ടിച്ചിട്ട് എന്ത് ചെയ്യും, അവിടെ തന്നെ വീണ് ചത്തു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്താൽ. ഒന്ന് ആലോചിച്ച് നോക്കി, ഇങ്ങനെ ഭൂമിയിൽ എന്ത് ചെയ്തു ഇത് പ്രഖ്യാപി. പിന്നെ ഇനി അടുത്തത് ബൈക്ക് വിറ്റ കഥ കേട്ടിട്ടുണ്ടല്ലോ. കേട്ടായിരുന്നു. ബൈക്ക് വിറ്റു, കാറ് മാറ്റി, മറ്റേ ഇതും ആക്കി. ബൈക്ക് വിറ്റ കഥ അടപടലം പൊളിഞ്ഞു. നിസാര പൊളിയിലല്ല, മനസ്സിലായി. പണ്ട് ഞാനൊരു മറ്റേ ഇവിടെ പോവായിരുന്നു, അതായത് ഡ്രൈവിംഗ് സ്കൂളിൽ പഠിക്കാൻ വേണ്ടി ഞാനൊക്കെ ഡ്രൈവിംഗ് പഠിക്കാം. എല്ലാ കമ്പി ഇടിച്ചു കളഞ്ഞ അദ്ദേഹം പറഞ്ഞു, അതേപോലെ ഇടിച്ച് തകർത്ത് കളഞ്ഞു. ഹാഷ്മി അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈക്ക് വിറ്റ കഥ പറഞ്ഞു. എന്തൊരു തള്ളാണിത്, എന്തൊരു കള്ളോണ് ഈ പറയണെന്ന് ചോദിച്ചു. 5 ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷൻ. 5 ലക്ഷം രൂപ ഇവന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന്റെ തൊട്ടടുത്ത ദിവസം കിറ്റക് സാബു ഇവന്റെ അക്കൗണ്ടിലേക്ക് കൊടുത്തു. അപ്പൊ ഇവന്റെ മറുപടിയാണ്ട, അതിൽ നിന്ന് പണമൊന്നും എടുത്ത് ചിലവാക്കാൻ പറ്റില്ല, അത് കണക്കുള്ളതാണ്. അപ്പൊ കണക്കില്ലാത്ത പണം സാബു കൊടുക്കാത്തതിനാണ് പ്രശ്നം. ഏത് കുറച്ച് കള്ളപ്പണം തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ പബ്ബിൽ പോകാനും പിന്നെ കമ്പനി അടിക്കാനും ജോലി അടിക്കാനും ബൈക്ക് വെക്കേണ്ടി വരുവാന്ന്. അപ്പൊ ബൈക്ക് വിറ്റ് തോന്നിയപ്പോ ഹാഷ്മി ഇല്ല, സത്യമായിട്ട് ബൈക്ക് വിറ്റ് തോന്നിയപ്പോ ഹാഷ്മിക്ക് ഒരു അബദ്ധം പറ്റി. ഹാഷ്മി അവിടെ ഒന്ന് പതുങ്ങി കൊടുത്തിട്ട് ഇവനെ കൊണ്ടൊരു കള്ളത്തരവും കൂടി പറയിപ്പിക്കണ്ടായിരുന്നു. പക്ഷെ ഹാഷ്മി ചാടി വീണ് ആവേശത്തിൽ. ഹാഷ്മി മറ്റേ സത്യം പറഞ്ഞ ഹൈപ്പർ ആക്റ്റീവ് ആയിരുന്നു, മനസ്സിലായ. അതുകൊണ്ട് ഹാഷ്മി ഇങ്ങനെ ഹാഷ്മി ശരിക്കും പറഞ്ഞ ഒരു കാട്ടുതീയായി പടരണമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഹാഷ്മി ചാടി വീണ് പറഞ്ഞേ, ഞാനാണെങ്കിൽ അവിടെ ഒന്ന് പതുങ്ങി കൊടുത്താൽ ഇവന്റെ അടുത്ത നുണയും കൂടി പറഞ്ഞാണ്. കാണണമെന്ന് ചോദിച്ചു സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ കിറ്റക് സാബു അതും കൂടി അയച്ച് ഹാഷ്മി കൊടുത്തിട്ടുണ്ട്, മനസ്സിലായി. അപ്പൊ കിറ്റക് സാബുക്ക് ഇത്ര മഹാനാണെന്ന് ഞാൻ ചോദിക്കണം. ഇവർ ഈ കാര്യം ചോദിച്ചിട്ട് പോലും പുള്ളി ഇതേവരെ പുറത്തു വന്നത് പറഞ്ഞില്ല. അപ്പൊ ഇവൻ ബൈക്ക് വിറ്റ് എന്തിനാ? അപ്പൊ ഇവൻ പറയണേ ബൈക്ക് വിറ്റ്, അത് ശരി തന്നെ, അല്ല ബൈക്ക് വിറ്റ കഥ പൊളിഞ്ഞു എന്ന് പറഞ്ഞാൽ പറയാം. ബൈക്ക് വിറ്റ് അത് കറക്റ്റാണ്. പക്ഷെ ഞാൻ ലാസ്റ്റ് ആ വീഡിയോന്റെ ലാസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മറ്റേ എല്ലാം കറക്റ്റായിരുന്നു എന്ന് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കണക്ക് കാശൊക്കെ ലാസ്റ്റ് തിരിച്ചു തന്നു എന്ന് പറയേണ്ടെന്ന് തോന്നി. ഇവിടെയാണ് പറയുന്നത്, അല്ല ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം എന്ന് പറഞ്ഞപ്പോ കാശ്മീർ അത് നീ പറയണ്ട, മണ്ണാങ്കട്ടാണ് കാശ്മീർ പ്രത്യേകിച്ച്. എനിക്ക് തോന്നണത് അവിടെ വല്ല ആളുകൾ എന്താണ് ഈ പറയുന്ന പോലെ ഇട്ടിട്ട് ഇവനെ കുരുക്കിലാക്കിയിട്ട് നടത്തിയ ഒരു ഇന്റർവ്യൂ. കാരണം അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനാണെങ്കിലും എന്ത് ചെയ്യും, മൂടിക്കളയും. ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ പെട്ടു. പിന്നെ യഥാർത്ഥത്തില്
ഈ കൊട്ടാരക്കരയിൽ അതിൻ്റെ ഹാഷ്മിക്ക് തോന്നിയെന്ന് വേണ്ട സഹതാപം തോന്നി ലാസ്റ്റ് ആയപ്പോൾ ഇത് ഭയങ്കര കൂടിപ്പോയത്. അപ്പോൾ ഹാഷ്മി പറഞ്ഞിട്ടുണ്ട് കൊട്ടാരക്കരയിൽ 1000 ചില്ലറ വോട്ടിലാണ് ശരിക്കും ജയിച്ചത്. ശരിയാണ്, പുള്ളിനെ ഇട്ടിരുന്നെങ്കിൽ ചിലപ്പോൾ പുള്ളി എന്ത് ചെയ്താണ്. ഞാൻ ഒറ്റക്ക് തന്നെ ശരിക്കും സ്വതന്ത്രനായി മത്സരിക്കാനാണ് തീരുമാനിച്ചത്. ഞാൻ 20,000 വോട്ട് അവിടെ പിടിച്ചേനെ ഒറ്റക്ക്. അല്ല അതിന്റെ കൂട്ടത്തിൽ തന്നെ പറയുന്നുണ്ട് അപ്പൊ ഒരു മിനിറ്റ്, അപ്പൊ ഇപ്പോഴും ബോധം വന്നിട്ടില്ല, അതാണ് അതിന്റെ അർത്ഥം. ഇപ്പോഴും ബോധത്തിലേക്ക് എന്ത് ചെയ്തിട്ടില്ല, എത്തിയിട്ടില്ല. ഇനി അടുത്തത്, ഇവൻ സവർക്കറിന്റെ ആരാധകനാണ്. അപ്പൊ സവർക്കറിന്റെ ആരാധകനായിട്ടാണ് മറ്റേ എന്ത് ചെയ്തത്, മറ്റേ 500 കത്തെഴുതി കൊടുക്കും പുള്ളി മഹാനാണെന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് നമ്മുടെ ഡോക്ടർ ജിൻഡോ ജോൺ അങ്ങോട്ട് എത്തുന്നത്. അല്ല, ജിൻഡോ പക്ഷെ ആക്രമിച്ചില്ല കേട്ടോ. ജിൻഡോ എന്ന് പറഞ്ഞാൽ വളരെ, എനിക്ക് തോന്നുന്നു ജിൻഡോ അവിടെ ഇരിക്കുന്നുണ്ടാവും. അപ്പൊ ഇതൊക്കെ കണ്ടതുകൊണ്ട് ജിൻഡോക്ക് തോന്നിയിട്ടുണ്ടാവും വെറുതെ എന്താണ് ശരിക്കും പറഞ്ഞാൽ ഇടിവെട്ടായിട്ട് അവനെ പാമ്പ് കടിച്ച് കിടക്കണത് ജിൻഡോക്ക് എന്ത് ചെയ്തിട്ടുണ്ട് മനസ്സിലായിട്ട്. അപ്പൊ ജിൻഡോ എന്തെന്ന് വെച്ചാൽ വന്നിട്ട് ഈ സവർക്കർ താങ്കളെന്നുണ്ടായിരിക്കും, പുള്ളി ഒരുപാട് കാലം ജയിലിൽ കിടന്നു വന്നു. അപ്പൊ തന്നെ സവർക്കർ പുള്ളി ഒരു പേര് ചോദിച്ചിട്ടാ, അതായത് മൗലാന അലാവുദ്ദീൻ ഹൈദർ എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടാന്ന് ചോദിച്ചു. അദ്ദേഹം ഒരു പ്രീസ്റ്റ് ആയിരുന്നു, 32 കൊല്ലം ജയിലിൽ കഴിഞ്ഞാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത്. കേട്ടിട്ടുണ്ടാന്ന് ചോദിച്ചു. ഇല്ല, കേട്ടിട്ടില്ല. അല്ല, കേട്ടിട്ടുണ്ടെന്ന് ഒരിക്കലും പറയായിരുന്നേ, കേട്ടിട്ടില്ല. പിന്നെ ഇവൻ വീണ്ടും പറയാമെന്നപ്പോ ഇവൻ ചോദിക്കണേ, നിങ്ങൾ മറ്റേ എന്തോ ഭാസ്കർ എന്നോ ഹൈദർ എന്തോ പറഞ്ഞില്ല, അയാളുടെ പേരെന്താ? പൂർത്തിയായി. അപ്പൊ അത് വിവരക്കേട് പൊളിഞ്ഞി. അതിനുശേഷം ഏറ്റവും വലിയൊരു സീനുണ്ട്. BJP നിങ്ങൾ ന്യായീകരിക്കണമെന്ന് പറഞ്ഞാൽ അത് എന്തിലാന്ന് ചോദിച്ചു. അപ്പം BJP ഭയങ്കര വികസനം കൊണ്ടുവന്നാണ്. ഏത് സ്റ്റേറ്റാണ് വികസനം കൊണ്ടുവന്നെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അവിടെ വെച്ച് എൻ്റെ കണ്ണീന്ന് കണ്ണീര് വന്നു. കാരണം എന്താ വെച്ചാൽ, അല്ല സത്യത്തിൽ ഞാൻ സീരിയസ്ലി പറഞ്ഞു, ഈ വീഡിയോ പോലും ഞാൻ സങ്കടത്തോടെ എടുക്കണം. കാരണം എന്ന് വെച്ചാൽ വീണ് കിടക്കുന്നവരെ അടിക്കരുത് എന്നുള്ളത് എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഇത് വീണല്ല, ഇത് മരിച്ചു കിടക്കുന്നത്. കുത്തരുത്. അപ്പൊ ഇവൻ ചോദിക്കണേ ശൗചാലയം പണിത് മറ്റേ കേരള ഇതെന്നത്. അപ്പൊ ശൗചാലയവും ഇതൊക്കെ അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് കേരളത്തിൽ ജിൻഡോ പറഞ്ഞ് ഉത്തർപ്രദേശിലൊരു വീഡിയോ കണ്ട്, അവിടെ ഏറ്റവും നല്ല സ്കൂളിൽ കൊടുക്കുന്നു എന്ന് പറഞ്ഞ ഫുഡ് എന്ന് പറഞ്ഞാൽ ഒരു കരിഞ്ഞ റൊട്ടിയും മറ്റേ ഏതോ ഒരു മഞ്ഞ വെള്ളമൊക്കെയാണ്. ഇവിടെ കേരളത്തിലെ ഏറ്റവും മോശപ്പെട്ട സ്കൂളിൽ പോലും അതിനേക്കാൾ 3 ഇരട്ടി നല്ല ഭക്ഷണോട് കൊടുക്കുന്നത്. അത് ആരുടെ ഗുണമാണെന്ന് ചോദിക്കും. അത് അയ്യങ്കാളിയുടെയും അതുപോലെ തന്നെ നമ്മുടെ മറ്റേ നാരായണ ഗുരുവിൻ്റെയൊക്കെ ഗുണം കൊണ്ടാണ്. കൂടാതെ പഴയ രാജാക്കന്മാരുടെ, അല്ലാതെ നമ്മളിവിടെ ഭരിച്ചിട്ടല്ല. അത് നിങ്ങൾ 1957 EMS സർക്കാരുമായിട്ട് കണക്ട് ചെയ്തു. ജിൻഡോ കോൺഗ്രസ്സുകാരനാണ്. ജിൻഡോ അല്ലെങ്കിൽ തന്നെ EMS സർക്കാരായിട്ട് കണക്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല. മനസ്സിലായ? അപ്പൊ അത് കണക്ട് ചെയ്യാൻ തീരും. അപ്പൊ ജിൻഡോ എന്ത് പറയണമെന്നായി. സത്യത്തിൽ ഇവിടെ ഭൂപരിഷ്കരണം വന്നതും അതിനുശേഷമൊക്കെയാണ് ഈ ഡെവലപ്മെന്റ് ഒക്കെ ഉണ്ടായത്. എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ചൊന്നും യാതൊരുവിധ ധാരണയോ വെളിവോ ഇല്ല എന്നുള്ളത് മനസ്സിലായി. എനിക്ക് മോദി അറിയാം, ഞാൻ മോദിയുടെ ഫാനാണ്. അതാണ് BJP. കഴിഞ്ഞില്ല. അന്നാ ഇതുമ്മേ തൂങ്ങാതിരി, ഇതുമ്മേ കിടന്ന് തൂങ്ങിയപ്പോഴത്തേക്കും എന്ത് ചെയ്തറിയോ, നിങ്ങളൊരു വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ പറയുന്നതിൽ കാര്യമില്ല. 24 ന്യൂസിന്റെ കക്കൂസ ഇപ്പോൾ കൊണ്ടുപോയിട്ട് ഒരു ക്യാമറ വെച്ചിട്ട് കക്കൂസ കാണിച്ചിട്ട് ടോയ്ലറ്റ് കാണിച്ചിട്ട് ഇതാണ് 24 ന്യൂസ് എന്ന് പറഞ്ഞ് ലാസ്റ്റ് നമ്മൾ കണ്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് കാര്യമുണ്ട്. അതായത് ഇവൻ പറയണ ഉത്തർപ്രദേശിലെ ചെറിയൊരു ഭാഗം മാത്രം എടുത്ത് അവര് സെലക്റ്റീവായി കാണിച്ചതായിരിക്കും എന്ന് പറയണം. വളരെ ഹാഷ്. അതങ്ങനെ പറ്റൂല. പക്ഷെ അതിനാണ് കേന്ദ്രത്തിന്റെ നീതി ആയോഗ് എന്ന് പറയുന്ന ഒരു സംവിധാനമുള്ളത്. എന്തായോഗ്? ആര് വരുമെന്ന്? ആ നിധി വരാനുണ്ടാന്ന്. നിധി വരാനല്ല, നീതി ആയോഗ്. നീതി ആയോഗ്. അതെന്താണ് സാധനം? 2 എടുക്കാൻ പറഞ്ഞു. 2. എനിക്ക് 2 പ്ലേറ്റ്. കാശ്മീർ നീതി ആയോഗ് എന്ന് പറഞ്ഞാൽ മറ്റേ കണക്കുകളൊക്കെ ഉണ്ട് ഗവൺമെന്റ്. അത് ഔദ്യോഗിക കണക്കുകൾ. ആ കണക്കുകളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിലെങ്കിലും വേറെ ഏതെങ്കിലും സ്റ്റേറ്റ്, കേരളം അല്ലാതെ വേറെ സ്റ്റേറ്റ് മുമ്പിലുണ്ട്. അപ്പൊ താങ്കൾ പിന്നെ അവിടുത്തെ വികസനത്തെ കുറിച്ച് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ
ഞാൻ സത്യം പറയാലോ, എനിക്ക് ഇവനോട് വലിയ താല്പര്യമോ ഇതൊന്നും ഉണ്ടായില്ല. പക്ഷേ ഒരാളെ നമ്മൾ ഇതുപോലെ കൊല്ലാക്കൊല ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ 2 പിള്ളേരും ഭാര്യയൊക്കെ ഉള്ളു. ഇവൻ്റെ കാര്യം വിട് പോട്ടെ, ഇവന് കാശിരംഗ നാഷണൽ പാർക്കിലെ കാണ്ടാമൃഗത്തിനേക്കാളും വലിയ തുളിക്കെട്ടിയുണ്ടെന്നൊക്കെ വിചാരിക്കുക. പക്ഷെ ഇവൻ അവശനായിപ്പോയി ശരിക്കും. അല്ല, പാവത്തിന്റെ ഒരു മാസ ഡയലോഗും കൂടി ഉണ്ട്. ഞാൻ എന്നിട്ടും ഞാൻ 21,000 വോട്ട് പിടിച്ചു. ലാസ്റ്റ് പറയട്ടെ, BJPയുടെ വികസനം പറയുന്നത്, അല്ലാതെ ബ്ലാ 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 എന്ന് പറയുന്നത്. ഇത്രയും മറ്റേ ബഹുമാനക്കുറവ്, ഇറവറൻസ് എന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായി. മറ്റേ ലേല സിനിമയിൽ സോമൻ പറയുമല്ലേ, ഇറവറൻസ് എന്നൊക്കെ പറയുന്ന പോലെ. ഒന്ന് ആലോചിച്ചു, പോണ്ടായിരുന്നു പുല്ലെന്ന് തോന്നിയിട്ടുണ്ടാവും. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക്, ഞാൻ ഈ വീഡിയോ കാണുന്നത് ഇന്നാണ്. അപ്പോൾ ഈ വീഡിയോ ഇന്നലെയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. അത് നല്ല കാര്യം എന്നാണ് വിചാരിക്കാറുള്ളത്. ഒരു സാധാരണ മനുഷ്യനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു റോഡ് റോളർ വാടകയ്ക്ക് എടുത്തിട്ട് വല്ല മലമുകളിലും ചെന്നിട്ട് നമ്മളത് അവിടെ നിന്ന് വിടും. എന്നിട്ടപ്പോൾ താഴെ കിടക്കൂടാ. അല്ല, എനിക്ക് ശരിക്കും സങ്കടം തോന്നിയത്, ഞാൻ എന്നിട്ടും ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ഞാൻ 21,000 വോട്ട് പിടിച്ചു. അപ്പം ഹാഷ്മിയുടെ ഒരു തഗ് ഡയലോഗ്, ഇടോ അവിടെ കിട്ടിയ നമ്മുടെ ഈ പറയുന്ന ഉമാ തോമസിന് കിട്ടിയ ഭൂരിപക്ഷത്തിന്റെ പകുതി പോലും അവരുമ്പോ ഓക്കെ ഫൈൻ. പിന്നെ ഉമാ തോമസ് ജയിക്കാനുള്ള കാരണം കൂടി പറയുന്നുണ്ട് അദ്ദേഹം. ഞാൻ പറയാം, നാദിർഷ ചതിച്ചതാ. ഞാൻ ദിലീപിന് വേണ്ടി സംസാരിച്ചു, ദിലീപിന് വേണ്ടി ഞാൻ ഘോരം വാദിച്ചു. എന്നിട്ട് ദിലീപിനെ കള്ളക്കേസിൽ കുടുക്കിയ PT തോമസിന്റെ ഭാര്യയ്ക്ക് വേണ്ടി നാദിർഷ അവിടെ പോയിട്ട് പണിയെടുത്തു. തെണ്ടിത്തരല്ലേ നാദിർഷ? ശരിക്കും പറഞ്ഞാൽ നാദിർഷ ശ്രമിച്ചില്ലായിരുന്നെങ്കിൽ ഉമാ തോമസ് തോറ്റാണെന്നല്ല, ഒരു വോട്ട് പോലും കിട്ടില്ല. അല്ല, മാരാര് ജയിച്ചാലും അല്ല, അത് മാത്രമല്ല, ഉമാ തോമസിന് ഒരു വോട്ട് പോലും കിട്ടില്ലേ. ഉമാ തോമസ് പോലും ദിലീപിനെ തള്ളി പറഞ്ഞ അല്ല ഉമാ തോമസ് പോലും ഇവന് വോട്ട് ചെയ്ത. ഉറപ്പിട്ടും അത് PT തോമസിന് വേണ്ടി അല്ല, അതായത് രമണ, ഇപ്പോഴും നിനക്ക് നേരം വെളുത്തിട്ടില്ല. അതാണ് അതിന്റെ കാര്യം. ഇതൊക്കെ പിന്നെ ഇവന്റെ ഇത് കഴിഞ്ഞിട്ടൊരു പോസ്റ്റ് കണ്ട് ഇന്നലെ, ഇനി ഞാൻ സംസാരിക്കുന്നത് എന്റെ ശബ്ദം മാത്രമേ. അപ്പൊ ഇത്ര നല്ല സംസാരിച്ചതോ? കരക്കാരുടെ ഇതുപോലെ കാശിന് വേണ്ടിയിട്ട് എന്ത് ചെയ്ത്? അല്ല, ഇത് വെറുതെ ഒന്ന് ആലോചിച്ചേക്ക്. കോൺഗ്രസിലേടെ എന്നെ സ്ഥാനാർത്ഥിയാക്കോ? ഇല്ല, നിനക്കിവിടെ സ്ഥാനമില്ല. BJP പെട്ട് എവിടെയെങ്കിലും ഒന്ന് എനിക്ക് നമ്മുടെ മുഖ്യമന്ത്രി VD സതീശനോട് എനിക്ക് അഗൈതവുമായ നന്ദിയുണ്ട്. ഇവനെ പിടിച്ച കോൺഗ്രസ് അല്ല, അതുകൊണ്ടല്ല, ശരിക്കും ഒരു ചെറിയ കയ്യബദ്ധം അദ്ദേഹം കാണിച്ചു പോയാൽ. കാരണം അദ്ദേഹം വിളിച്ചിട്ട് കൊട്ടാരക്കര കിട്ടില്ല, നമുക്ക് വേറെ ഏതെങ്കിലും മണ്ഡലം കിട്ടുമെന്ന് നോക്കിയിട്ട് പറയാന്ന് ഇവന്റെ അടുത്ത് പറഞ്ഞിരുന്നു. അത് പുള്ളി ചെയ്തില്ല എന്നുള്ളതിൽ ഈ കേരളവും പുള്ളിയോട് നിലനിൽക്കുന്നിടത്തോളം കാലം കടപ്പെട്ടിരിക്കും. ഇനി പുള്ളി മറ്റേ വേറെ ഒന്നും പ്രശ്നമില്ല. ഏത് വേറെ ഒന്നും, എന്ത് അഴിമതി, എന്ത് പ്രശ്നം, എന്ത് കാര്യം കണ്ടായാൽ പോലും ഇനി ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഇനി ഞങ്ങളുടെ കാരണം മാരാരെ നിർത്തിയില്ല എന്നുള്ളത് ശരിക്കും പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്കി. ഇത്രയും നാൾ കേട്ടത് മാരാരുടെ സൗണ്ട് അല്ലായിരുന്നു. നമ്മൾ എനിക്ക് തോന്നണത്, എന്റെ ബലമായ സംശയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ഇവന് ഈ മണ്ടൻ കണക്കുകളൊക്കെ ഇട്ട് പിണറായിക്കെതിരെയൊക്കെ ഇതുണ്ടാവുമ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവ എന്താണ് പിണറായി അല്ലെങ്കിൽ വേറെ പാർട്ടിക്കാർ പോലും പ്രതികരിക്കാത്തത്. എനിക്ക് തോന്നണത് പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി തന്നെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, അവൻ നമുക്കെതിരാണ്, നമ്മൾ രക്ഷപ്പെട്ടു. അവൻ നമുക്കെതിരാണ്, രക്ഷപ്പെട്ടു. പിന്നെ ചില യൂട്യൂബേഴ്സൊക്കെ, ഞാൻ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാന്ന് വെച്ചിട്ട്, ഇവനെക്കുറിച്ച് രാവിലെ ഊർജ്ജസ്വലനായ ചെറുപ്പക്കാരൻ, ഭയങ്കര ബുദ്ധിയുള്ളവൻ, പോരാളി, മിടുക്കൻ. എന്ത് പോരാളി? 3 കോടി രൂപ സാബു എൻ്റെ പേരും പറഞ്ഞ് ആ കാശ് മേടിച്ചു, അതെനിക്ക് തന്നില്ലെന്ന് ഇപ്പോഴും പറയണം, ഇതിലും പറയണം. ഞാൻ എന്റെ പേരും പറഞ്ഞ് എന്ത് ചെയ്ത് കാശിന്ന് ഒത്തിരി പോലും എനിക്ക് തന്നില്ല. അല്ല, കാശിന്ന് 30 ലക്ഷം, എനിക്ക് കണക്കുള്ള 5 ലക്ഷം മാത്രമേ തന്നുള്ളൂ. എനിക്ക് കണക്കിൽ പെടാത്ത 40 കോടി രൂപ മേടിച്ചു. 40 കോടി ഇവന്റെ പേരും പറഞ്ഞ. അല്ല, അത് മറ്റേ എല്ലാ മണ്ഡലത്തിലും കൂടി സാബു എന്ത് ചെയ്ത് മേടിച്ചു. എന്നിട്ട് സാബു കാട്ടുകൾ എന്നൊക്കെ ഓന്ത്, സത്യം പറഞ്ഞ ഓന്ത് തൂങ്ങിച്ചാവും. അല്ല, മാതിരിയൊക്കെ നിറം മാറി കഴിഞ്ഞാൽ തമാശക്ക് തമാശ, അത് വിട്. താങ്കൾ ഈ ഓന്തിനെ കുറിച്ചൊന്നും പറയരുത്. ഓന്തുകൊണ്ട് വല്ല മാനാട്ടത്തിന് കേസ് കൊടുത്താൽ പെട്ടു. ആ ഓന്തിനൊക്കെ ഇതിനേക്കാൾ, കാരണം അത് പ്രകൃതിപരമായിട്ടാണ്. ഇതങ്ങനെയല്ല, ഇത് ജന്മനായുള്ള ആക്രാന്തം കൊണ്ട്. പക്ഷെ ഗാന്ധിജി പോലും മാറ്റി പറഞ്ഞിട്ടുണ്ടോ പുള്ളി പറയണേ? ഗാന്ധിജിയൊക്കെ മാറ്റി പറഞ്ഞെന്ന് പറഞ്ഞതിന് ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്യേണ്ടതാണ്? കോൺഗ്രസ്സുകാർ കേസല്ല കൊടുക്കണ്ടേ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ 2 വള്ളിച്ചൂരിലെടുത്ത് 2 അടി കൊടുത്തിട്ട് പോയിട്ടുണ്ടാണ്. അത് പിന്നെ എന്ത് ചെയ്യുന്നില്ല.
ഒന്ന് ആലോചിച്ചു. ഗാന്ധിജിയായിട്ട് പറഞ്ഞിട്ടുണ്ടോ മറ്റേ ലുലു മാളിൽ നിന്ന് ഞാൻ തുണി നോക്കി കാണിക്കും ബിഗ് ബോസിൽ പോണതിനേക്കാൾ വെച്ചോണെന്ന്? എന്താണ് ഇപ്പൊ പറയണത്? സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഒരു കാര്യം ഞാൻ പറയാം, അടുത്ത എപ്പിസോഡ് കാണാൻ ഞാനില്ല. ഇതിനടുത്ത എപ്പിസോഡ് ഉണ്ടെന്നാണ്, അതായത് ബാക്കിയുള്ളവരുടെയൊക്കെ ചോദ്യങ്ങൾക്ക് ഇവ മറുപടി പറയുന്ന ഒരു എപ്പിസോഡ് കൂടി ഉണ്ടെന്ന് പറഞ്ഞ് എനിക്ക് ഹാഷ്മി താജ് ഇബ്രാഹിമിനോട് പറയണത്, നിങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്യരുത്. നമ്മൾ ഒരാളെ ഇടിവെട്ടേറ്റുന്നവനെ പാമ്പ് കടിക്കുന്നവനെ ഇടിവെട്ടേറ്റു എന്നൊക്കെ പറയില്ല. ഇത് പാമ്പ് കടിച്ച് ഇടിവെട്ടേറ്റി പിന്നെ എന്ത് ചെയ്ത് അവനെ തല്ലി അതിനുശേഷം റോളർ കയറ്റി എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ്. ഇപ്രാവശ്യം മിക്കാറും നമ്മുടെ മാവേലി നമ്മളെ കാണാൻ ഇവിടെ വരുന്ന സമയത്തെ മാരാര് പറയും താങ്കൾ ഇവിടെ നിന്നോ, ഞാൻ അവിടെ പോയി റെസ്റ്റ് എടുക്കാതെ. അല്ല അത്രേ ഉള്ളു മാവേലി. അല്ല പക്ഷേ എനിക്ക് തോന്നണത് ശരിക്കും പറഞ്ഞാൽ, പക്ഷേ ഇവൻ ഇനി എന്തായാലും രാഷ്ട്രീയത്തിലേക്ക് ഇല്ലെന്നാണ് പറഞ്ഞത്. അത് കേരളത്തിലൊരു കനത്ത നഷ്ടമായി. ഇതുപോലൊരു ജനത്തിനെ സേവിക്കണമെന്ന് ഇവൻ പറഞ്ഞു. സേവിക്കുക എന്ന് പറഞ്ഞാൽ മറ്റേ രണ്ടാമത്തെ ഒരു അർത്ഥം ഉണ്ടല്ലോ, അത് നമ്മൾ എടുത്താൽ മതി. വിൽക്കണം. എന്താണ് ഇവൻ എന്ത് ചെയ്യുന്നത്? എനിക്ക് ഏറ്റവും വലിയ ചിരി എന്താ വെച്ചാൽ, ഇവനാണ് മൈത്രേനെ 15 മിനിറ്റ് കിട്ടി ഒടിച്ചു മടക്കാൻ. മൈത്രേൻ എവിടെ നിൽക്കണ്, ഇവൻ എന്ത് ചെയ്യണ്? ഹാഷ്മിയൊക്കെ പോലും മൈത്രേന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കണം. കാരണം ഹാഷ്മിക്ക് അറിയാം കൃത്യമായിട്ട് എന്താണെന്ന്, മൈത്രേന്റെ അത്ര കാര്യങ്ങളൊന്നും. അപ്പൊ ഇവൻ മൈത്രേൻ ഇവിടെ നിൽക്കുന്നു, ഹാഷ്മി ഇവിടെ നിൽക്കുന്നുവെങ്കിൽ ഇവൻ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ താങ്കൾ പറഞ്ഞ മാവേലിയുടെ അവിടെയാണ്. പാതാളവും കഴിഞ്ഞ് അപ്പുറത്ത് വല്ല മറ്റേ ഭൂമി തുറന്നു പോയിട്ട് എന്ത് ചെയ്യുന്നത്, ഉള്ളിൽ വല്ല ലാഭയൊക്കെ ഉണ്ടെങ്കിൽ അതിനോടൊപ്പം കൂടിക്കിടക്കേ. എന്താണ് പറയുക? ഒരു കാര്യം ഞാൻ പറയാം, ശ്രീകണ്ഠൻ നായർ സാർ താങ്കൾ അടുത്ത എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യാം. താങ്കളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, താങ്കൾ എന്ത് നഷ്ടമുണ്ടെങ്കിലും ഞങ്ങൾ സഹിക്കാം. കിഡ്നി ഞങ്ങളൊരു 10,000 പേര് വിറ്റിട്ടാണെങ്കിൽ താങ്കൾക്ക് ആ കാശ് എന്ത് ചെയ്യും, ഇതുകൊണ്ടുള്ള നഷ്ടം തരും. ദൈവത്തെ ഓർത്ത് ഈ എപ്പിസോഡ്. കാരണം ഒരാളെ നമ്മൾ കൊല്ലാക്കൊല ചെയ്യരുത്. കൊന്നോ, കാരണം എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു വെടിവെച്ച് കൊന്നോ, വേണമെങ്കിൽ 10-20 തവണ എന്ത് ചെയ്തു. ഇതെന്ന് പറഞ്ഞാൽ ഒരു വിരൽ, പിന്നെ ഒരു കൈ, പിന്നെ തോളിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ മുറിച്ച് നമ്മൾ എന്ത് ചെയ്യരുത്, ഇഞ്ചിഞ്ചായിട്ട് കൊല്ലരുത്. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം മറ്റേ എടുക്കാവുന്ന നാസിസ്റ്റിക് എന്താണ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ, അത് അങ്ങനെയുള്ള വാക്കുകളൊന്നും നമ്മൾ ഉപയോഗിച്ചാൽ പോരെ. ശരിക്കും ഹാഷ്മി താജ് ഇബ്രാഹിം ഒന്നും ചികിത്സിക്കുന്ന ശ്രീകണ്ഠൻ നായർ നാസിസ്റ്റ് ആണോ? ശ്രീകണ്ഠൻ നായരല്ല, ഹാഷ്മി താജ് ഇബ്രാഹിം എന്താ നാസിസ്റ്റ് ആണോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അപ്പം അത് ഭീകരമായ പീഡനമായിരുന്നു. ഇത്രയും കൊടിയ പീഡനത്തിലേക്ക് ഒരു മനുഷ്യനെയും തള്ളിവിടരുത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ തള്ളിവിട്ടല്ല, ചെന്ന് കയറിയതാ. രീതി അങ്ങനെയാണല്ലോ പുള്ളിയുടെ ഓരോ സ്വഭാവം, അങ്ങനെ ചെന്ന് കയറിക്കൊള്ളും. സത്യം പറഞ്ഞാൽ ഇന്നലെ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചാരായിരിക്കും? സാബു ആയിരിക്കും. കാരണം ഒറ്റ ദിവസം കൊണ്ട് എന്ത് ചെയ്ത് കിട്ടി. പോയതങ്ങത്തെ ഇവർക്ക് ആരാധകരായിട്ടുള്ള യൂട്യൂബേഴ്സ് ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അതായത് ഭയങ്കര ഗംഭീരമാണെന്നൊക്കെ പറയും. ഏത് പ്രമുഖരായിട്ടുള്ള ആളുകൾ, ഇപ്പൊ പേര് പറയാനില്ല. ഇപ്പൊ അതായത് മാരാര് ഭയങ്കര സംഭവമാണ്, ഭയങ്കര 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 എന്ന് പറഞ്ഞ് വീഡിയോ ഇടും. മാരാർക്ക് ഏറ്റവും നല്ലത് ഇതൊന്നുമല്ല. അന്ന് പറഞ്ഞതുപോലെ പ്രസവം ഈസിയാണ്, ഞങ്ങൾ ഇങ്ങനെ ഒലക്കിടിച്ചിട്ട് അപ്പുറത്ത് പോയി നിന്ന് പ്രസവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഏറിയ മാരാര് എന്തെങ്കിലും പ്രശസ്തി അദ്ദേഹത്തിന് മതിയെങ്കിൽ ആ രീതി പിന്തുടരണമായിരിക്കും നല്ലത്. ആ ഒലക്ക ഇപ്പോഴും ആളുകളുടെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ പ്രശ്നമായി. അല്ല, പ്രസവിച്ച എല്ലാ പെണ്ണുങ്ങളുടെ കയ്യിലും ആ ഒലക്ക കാണും. ഇങ്ങനെ കണ്ടാൽ ഒലക്ക വല ഇത് ഈ വീഡിയോ കൂടി കണ്ടാൽ ഒലക്ക കടിക്കല്ല അവർ ചെയ്യും. അവരെന്ത് ചെയ്യും? ഞാൻ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ക്രൂരവും പൈശാചികവും എന്നൊക്കെ പണ്ട് ഏക്കാണ്ടി പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായത് വീഡിയോ ഉണ്ടപ്പോൾ. അത്രയും നമ്മൾ പറഞ്ഞാൽ പോലും വിശ്വസിക്കില്ല. അത്രയും ഒരു മനുഷ്യനെ എന്ത് ചെയ്തു, കൊന്നു. പാടില്ല, ഒരിക്കലും പാടില്ല.